ഈശോ ഒലിവ് തോട്ടത്തിൽ വെച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. 1945 ജനുവരി 29. ഈശോ വീട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നു. പത്രോസ്, ജോൺ, ജെയിംസ്, ഫിലിപ്പ്, ബെർത്തലോമിയ, യൂദാസ് തദേവുസ്, സൈമൺ, യൂദാസ് കറിയോത്ത, ജോസഫ് എന്നറിയപ്പെടുന്ന ഇടയൻ ഇവരോടൊപ്പം നസ്രസിന് പുറത്തേക്ക് പോയി. കുറച്ചകലെ ഒലിവ് വൃക്ഷങ്ങൾ ധാരാളമുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് അവരെത്തി. ഈശോ പറഞ്ഞു, എൻ്റെ ചുറ്റും വന്നു നിൽക്കുവിൻ. എൻ്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിങ്ങളെങ്ങനെയുള്ളവരാണ് എന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ത്രാസിലെന്ന പോലെ ഞാൻ തൂക്കി നോക്കി. നിങ്ങളെയും ലോകത്തെയും മാനുഷികമായ അനുഭവത്തിലൂടെ അടുത്തറിഞ്ഞു. നിങ്ങളെ ഇനി ലോകത്തിലേക്ക് അയക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ടത്ര ഉപദേശം നൽകേണ്ടിയിരിക്കുന്നു. ലോകത്തെ കരുണയോടും വിവേകത്തോടും നേരിടുന്നതിന് നിങ്ങൾക്ക് കഴിവുണ്ടാകണം. മനസ്സമാധാനം, സ്ഥിരോത്സാഹം, നന്മതിന്മ സംബന്ധിച്ച ബോധം, ശാസ്ത്രീയ വിജ്ഞാനം ഇവയെല്ലാം നിങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നതിന് ആവശ്യമാണ്. വേനൽ ചൂടിൽ പാലസ്തീനയിലെങ്ങും ദീർഘദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കാലയളവ് എൻ്റെ ശിഷ്യന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട അറിവും പക്വതയും നേടുന്നതിന് പ്രയോജനപ്പെടുത്താം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഒരു സംഗീതജ്ഞനെ പോലെ നിങ്ങളുടെ സ്വഭാവത്തിലെ അപശ്രുതികൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് സ്വർഗീയമായൊരു രാഗമാണ്. ആ രാഗത്തിന് ഭംഗം വരാത്ത രീതിയിൽ നിങ്ങളെ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഞാൻ ഇവനെ, ഇടയനായ ജോസഫിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നു. ഇവിടെ നിർത്തിയിരിക്കുന്നത് എൻ്റെ വാക്കുകൾ അവൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ചെന്ന് പറയുന്നതിനാണ്. അവർ എൻ്റെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഗ്രഹിച്ച് അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കും. ഞാൻ വന്നിട്ടുണ്ട് എന്ന് മാത്രം ഉദ്ഘോഷിക്കാതെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമായി അവർ മാറും. ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങളുടെ ഇടയിൽ ഐക്യമത്യം വേണം. ഇത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ആരാണ്? സമൂഹത്തിലെ പല തട്ടുകളിൽ നിന്ന് വന്നവർ, പല പ്രായക്കാർ, വിഭിന്ന ദേശക്കാർ, എന്തെങ്കിലും ഒരു ചിന്താഗതിയിൽ മാത്രം വിശ്വസിക്കുന്നവരെ, വേറൊന്നും കാണാൻ കണ്ണില്ലാത്തവരെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കി. തുറന്ന മനസ്സുള്ളവരെ ഞാൻ തിരഞ്ഞെടുത്തു. അവർക്ക് പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ എളുപ്പമാണ്. മാത്രമല്ല, സത്യദൈവത്തെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത ആളുകളുടെ ഇടയ്ക്കാണ് നിങ്ങൾ സുവിശേഷം പ്രചരിപ്പിക്കേണ്ടത്. പ്രചാരകൻ തൻ്റെ മൂഡ് മറക്കാതിരുന്നാൽ ജനങ്ങളെ ഉപദേശിക്കുമ്പോൾ അവരോട് അനുഭവം കാട്ടും, സ്നേഹം കാട്ടും. ഞാൻ എത്ര സൗമ്യമായും സ്നേഹപൂർവ്വമാണ് നിങ്ങളെ പഠിപ്പിച്ചത് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഒരു പക്ഷേ നിങ്ങൾ പറയും, ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും ഞങ്ങൾ പുറംജാതിക്കാരല്ല. അത് നേരാണ്. എന്നാൽ നിങ്ങളും വിദ്യാഭ്യാസമുള്ളവരും പണക്കാരുമായ ആളുകളെ പ്രതിനിധാനം ചെയ്യുന്നവരും മതം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ മതമല്ല, പല കാരണങ്ങളാലും അന്തസത്ത ചോർന്നുപോയൊരു വിശ്വാസമാണത്. മോശയുടെ നിയമം പാലിക്കുന്നവർ എന്ന് അഭിമാനിക്കുന്ന ഏറെ ആളുകളുണ്ട്. എന്നാൽ അവരിൽ 10-ൽ 8 പേരും വിഗ്രഹ ആരാധകരാണ്. എബ്രഹാമിൻ്റെയും ഇസിയാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നൽകിയ പരിശുദ്ധവും സനാതനവുമായ നിയമത്തിനു പകരം ഒരു 100,000 ക്ഷുദ്രവിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവരാണ് അവർ. അതുകൊണ്ട് സംസ്കാരമില്ലാത്ത എളിയ മീൻപിടുത്തക്കാരും കച്ചവടക്കാരും അവരുടെ മക്കളും ഉദ്യോഗസ്ഥരും അവരുടെ മക്കളും പണക്കാരും അവരുടെ മക്കളും എല്ലാവരും പറയണം, ഞങ്ങൾ സമന്മാരാണ്. ഞങ്ങൾക്കെല്ലാം ഒരേ കുറ്റമാണുള്ളത്. ഒരേ അബദ്ധവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഒരേ പ്രബോധനമാണ് ഞങ്ങൾക്കെല്ലാം ആവശ്യം. ഞങ്ങളുടെ വ്യക്തിപരവും ദേശീയവുമായ വൈകല്യങ്ങളെ ഞങ്ങൾ സഹോദരന്മാരായിരിക്കുന്നത് പോലെ സത്യമറിയുന്നതിലും അത് ജീവിതത്തിൽ പകർത്തുന്നതിനുമുള്ള ശ്രമത്തിലും ഞങ്ങൾ സഹോദരന്മാരാകണം. അതെ, സഹോദരന്മാരാകണം. നിങ്ങൾ പരസ്പരം അങ്ങനെ വിളിക്കുകയും അങ്ങനെ കരുതുകയും വേണം. നിങ്ങളൊരു കുടുംബം പോലെയാണ്. എപ്പോഴാണ് ഒരു കുടുംബം അഭിവൃദ്ധി പ്രാപിക്കുക? എപ്പോഴാണ് ആളുകൾക്ക് അവരോട് മതിപ്പ് തോന്നുക? കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഐക്യമത്യത്തിൽ കഴിയുമ്പോൾ. ഒരു മകൻ വേറൊരു മകൻ്റെ ശത്രുവായാൽ, ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ ദ്രോഹിച്ചാൽ ആ കുടുംബം ഏറെ നാൾ ഐശ്വര്യമുള്ളതായി തുടരുമോ? ഇല്ല. കുടുംബനാഥൻ അത്യധ്വാനം ചെയ്യുന്നു, പ്രശ്നങ്ങൾ ഒതുക്കാൻ നോക്കുന്നു,
താൻ വലിയവനാണ് എന്ന് ലോകരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ യാതൊരു പ്രയോജനവുമില്ല. അയാളുടെ ധനം ശോഷിച്ചു പോകുന്നു. പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. ലോകം അവരെ പരിഹസിക്കുന്നു. സമ്പത്തും ഹൃദയങ്ങളും ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒരു ശക്തിയാണ്. ലോകത്തെ ചെറുത്തു നിൽക്കാൻ കഴിയും. എന്നാൽ അവ തകർന്ന് പല പല താല്പര്യങ്ങളും സംഘങ്ങളുമായാൽ കുടുംബത്തിൻ്റെ പതനം ദ്രുതഗതിയിലാകും. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയാകരുത്. ഐക്യമത്യത്തോടെ കഴിയണം. പരസ്പരം സ്നേഹിക്കണം. പരസ്പരം സഹായിക്കുന്നതിന് പരസ്പരം സ്നേഹിക്കണം. നോക്കൂ, നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ എറുമ്പുകൾ നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എറുമ്പുകളുടെ ഒരു സൈന്യം ഇതാ ഒരു സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം എന്തിനാണ് ഒരു സ്ഥലത്തേക്ക് പോകുന്നതെന്ന് നോക്കാം. ഇവരുടെ ഒരു കൊച്ചു സഹോദരി അവളുടെ അദൃശ്യമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ വലിയ ചിക്കറിയിലയുടെ അടിയിൽ ഒരു നിധിയുണ്ട് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അതൊരു കഷ്ണം റൊട്ടിയാണ്. ഇവിടെ ഒലിവ് തോട്ടം നോക്കാൻ വന്ന കൃഷിക്കാരൻ്റെ കയ്യിൽ നിന്നും വീണതാകും. ഈ വൃക്ഷങ്ങളുടെ തണലിലിരുന്ന് ആഹാരം കഴിച്ച ഏതെങ്കിലും വഴിപോക്കൻ്റെ കയ്യിൽ നിന്നും വീണതാകാം. പൂക്കൾ നിറഞ്ഞ ഈ പുൽത്തകിടിയിൽ ഓടിക്കളിച്ച വല്ല കുട്ടികളുടെ കയ്യിൽ നിന്നും വീണതാകാം. എറുമ്പിനേക്കാൾ 1000 മടങ്ങ് വലുതാണ് ആ റൊട്ടി കഷ്ണം. തനിയെ അത് എടുത്ത് എറുമ്പുകൂനയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് വേറൊരു ഉറുമ്പിനെ വിളിച്ചു പറഞ്ഞു, നീ ഓടിപ്പോയി നമ്മുടെ സഹോദരികളോട് പറയുക, നമ്മുടെ ജനത്തിനാകെ പല ദിവസം ഭക്ഷിക്കാനുള്ള ആഹാരം ഇവിടെയുണ്ട്. വല്ല പക്ഷിയും വന്ന് ഇത് കണ്ട് കൂട്ടുകാരെ വിളിച്ചു വരുത്തി ഇതെടുത്ത് വിഴുങ്ങുന്നതിന് മുമ്പ് ചെന്ന് പറയൂ. ആ എറുമ്പ് ഓടിക്കത്തിച്ച് എറുമ്പുകൂനയിലെത്തുന്നു. നിരപ്പില്ലാത്ത ഭൂമിയാണ്, കല്ലും ചരലുമുണ്ട്. ഏറെ പാടുപെട്ടാണ് സന്ദേശവുമായി എത്തിയിരിക്കുന്നത്. വരൂ, നമ്മുടെ ഒരു സഹോദരി വിളിക്കുന്നു. നമുക്കെല്ലാവർക്കും വേണ്ട ആഹാരം അവൾ കണ്ടുപിടിച്ചിരിക്കുന്നു. തനിയെ ഇവിടെ അതെത്തിക്കാൻ നിവൃത്തിയില്ല. വരൂ. അപ്പോൾ എല്ലാ എറുമ്പുകളും പണിയെടുത്ത് ക്ഷീണിച്ചിരുന്ന എറുമ്പുകൾ ഉൾപ്പെടെ കൂനവിട്ടോടി വിശ്രമിച്ചു കൊണ്ടിരുന്ന എറുമ്പുകളും മഴക്കാലത്തേക്ക് ഭക്ഷണം സൂക്ഷിക്കുന്ന അട്ടി ഇട്ടുകൊണ്ടിരുന്ന എറുമ്പുകളും പുറത്തേക്ക് വന്നു. 1, 10, 100, 1000. അതാ ആ എറുമ്പുകൾ ആ റൊട്ടി കഷ്ണം കടിച്ചു തള്ളിയും പൊക്കിയും വലിച്ചും കൊണ്ടുപോകുന്നു. ഈ ഉദ്യമത്തിൽ ചില എറുമ്പുകൾക്ക് പരിക്കുപറ്റി. ചിലത് നിലം പതിച്ചു, ചിലത് കാലൊടിഞ്ഞു വീണു. ഒരു കൊച്ചെറുമ്പ് ക്ഷീണിച്ചു പിന്മാറി. എങ്കിലും അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം കൂട്ടുകാരോടൊപ്പം പണിയെടുക്കാൻ പോകുന്നു. ഈ എറുമ്പുകൾ എത്ര ഐക്യമത്യത്തോടെ പ്രവർത്തിക്കുന്നു നോക്കൂ. അവ ആ റൊട്ടി കഷ്ണത്തെ പൊതിഞ്ഞു കഴിഞ്ഞു. വളരെ സാവധാനമാണെങ്കിലും റൊട്ടി കഷ്ണം മുമ്പോട്ട് നീങ്ങുന്നു. നമുക്ക് എറുമ്പുകളുടെ പിന്നാലെ പോകാം. കുഞ്ഞു സഹോദരികളെ, അല്പം കൂടി ശ്രമിച്ചാൽ കാര്യം നേടാം. എറുമ്പുകൾ തളർന്നുപോയി. പക്ഷെ ഉദ്യമം ഉപേക്ഷിക്കുന്നില്ല. അല്പം വിശ്രമിച്ചിട്ട് വീണ്ടും പണി തുടരുന്നു. അവർ എറുമ്പുകൂനയിൽ എത്തിക്കഴിഞ്ഞു. ഇനി റൊട്ടി കഷ്ണം ചെറിയ തരികളായി പൊടിച്ചിടാനുള്ള ശ്രമമാണ്. അവ എങ്ങനെ പണിയെടുക്കുന്നു എന്ന് നോക്കുവിൻ. ചിലത് റൊട്ടി പൊടിക്കുന്നു, മറ്റു ചിലത് തരികൾ ചുമന്നു മാറ്റുന്നു. ഇതാ എല്ലാം തീർന്നു. എല്ലാം അറകളിൽ ഭദ്രമായി ശേഖരിച്ചു കഴിഞ്ഞു. എറുമ്പുകളെല്ലാം നീണ്ട തുരങ്കങ്ങളിൽ കൂടി കൺവെട്ടത്തു നിന്നും മാറിക്കഴിഞ്ഞു. അവ വെറും എറുമ്പുകൾ. എങ്കിലും ഒന്നിച്ചു പണിയെടുത്തപ്പോൾ അവർ ശക്തിയുള്ളവരായി. ഇതേപ്പറ്റി ചിന്തിക്കൂ. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ട്. നമ്മൾ ഇനി യൂദയായിലേക്ക് മടങ്ങിപ്പോകില്ലേ? യൂദാസ് കറിയോത്ത ചോദിച്ചു. പോകില്ല എന്ന് ആര് പറഞ്ഞു? ഗുരു അങ്ങ് തന്നെ. ജോസഫിനെ പഠിപ്പിക്കുന്നത് അവൻ പോയി യൂദയായിലുള്ളവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ. യൂദയായിലെ അനുഭവം വളരെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് മടങ്ങിപ്പോകാൻ മനസ്സില്ല അല്ലേ? യൂദയായിൽ വെച്ച് ഗുരുവിനെ അവർ എന്തു ചെയ്തു? തോമാസ് ഉത്കണ്ഠയോട് ചോദിച്ചു. അതേ ചോദ്യം പത്രോസ് വികാരധീനനായി കുപിതനായി ചോദിച്ചു. അങ്ങ് വളരെ ക്ഷീണിച്ചാണ് മടങ്ങിയെത്തിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. ഇസ്രയേലിലെ പരിശുദ്ധന്മാർ അങ്ങയോട് എന്തു ചെയ്തു? ഒന്നും ചെയ്തില്ല. ഇവിടെയുള്ളവർ എന്നോട് ചെയ്യാവുന്നതിൽ കൂടുതലൊന്നും അവർ ചെയ്തില്ല. ഞാൻ ലോകം മുഴുവൻ ചുറ്റി നടന്നാലും അവിടെയെല്ലാം എനിക്ക് സ്നേഹിതന്മാരുണ്ടായിരിക്കും, ശത്രുക്കളും ഉണ്ടായിരിക്കും. യൂദാസേ, നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞതല്ലേ? അത് ശരിയാണ്. എങ്കിലും അങ്ങേക്ക് എൻ്റെ ജന്മനാടായ യൂദയേക്കാൾ ഇഷ്ടം ഗലീലിയാണ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കും? അങ്ങ് യൂദയായോട് നീതി കാട്ടുന്നില്ല. അവിടെ വെച്ച് അങ്ങേ ബഹുമാനിപ്പിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂദാസേ, നിന്റെ ഈ പരാതി കഴമ്പില്ലാത്തതാണ്. കുറ്റബോധം കൊണ്ടാണ് നിനക്ക് കോപവും അസൂയയും അനുഭവപ്പെടുന്നത്.
എനിക്ക് യൂദയായിലുണ്ടായ നല്ല അനുഭവങ്ങളെ പറ്റി മാത്രം പറയാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. സത്യം വളച്ചൊടിക്കാതെ സന്തോഷത്തോടു കൂടി നല്ലത് വെളിപ്പെടുത്തി. യൂദയായിലെ ജനങ്ങളെ ഇവിടെയുള്ളവർ സ്നേഹിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവവചനത്തിന് ദേശഭേദമില്ല, ആരോടും ശത്രുതയില്ല, എതിർപ്പില്ല. ഞാൻ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു. ഞാൻ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചതും പ്രബോധനം നടത്തിയതും ദേവാലയത്തിൻ്റെയും വിശുദ്ധ നഗരത്തിൻ്റെയും പാവനമായ മണ്ണിലാണ്. ഏതൊരു ഇസ്രായേൽക്കാരനും പ്രിയപ്പെട്ട സ്ഥാനമാണ് അത്. അതുകൊണ്ട് എനിക്ക് ഗലീലിയോടാണ് കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ പറയാൻ കഴിയും? എൻ്റെ 11 ശിഷ്യന്മാരിൽ എൻ്റെ സ്വന്തക്കാരനായ ഒരാളെ ഒഴിച്ചു നിർത്തിയാൽ 10 ശിഷ്യന്മാരിൽ 4 പേരും യൂദയാക്കാരാണ്. എൻ്റെ സ്നേഹിതന്മാരിൽ അധികം പേരും യൂദായിലാണ് എന്ന് മനസ്സിലാകും. എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് ഒരു ശിശുവിന് എൻ്റെ പേര് നൽകുന്നതും നീതിമാനായ ഒരു ഇസ്രായേൽക്കാരൻ മരിച്ചപ്പോൾ അയാളുടെ ആത്മാവിനെ സ്വീകരിക്കുന്നതിനും വേണ്ടി എൻ്റെ യാത്ര ക്രമപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയാനാകുമോ? എൻ്റെ ജനത്തെപ്പറ്റിയും എൻ്റെ ദൗത്യം സംബന്ധിച്ച് തയ്യാറെടുപ്പിനെ പറ്റിയുമുള്ള രഹസ്യം വെളിപ്പെടുത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഒരു ഗലീലിയക്കാരനും 2 യൂദയാക്കാരുമാണ്. പിന്നെ എങ്ങനെയാണ് യൂദയാക്കാരെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നത്? ഞാൻ നീതി കാട്ടിയില്ല എന്ന് നീ പറയുന്നു. യൂദാസേ, നീ ഒരു ആത്മശോധന നടത്തൂ. നീതികേട് കാട്ടുന്നവൻ നീ തന്നെയല്ലേ എന്ന് സ്വയം ചോദിച്ചു നോക്കൂ. ഗാംഭീര്യത്തോടും അനുകമ്പയോടും കൂടിയാണ് ഈശോ സംസാരിച്ചത്. തുടക്കത്തിൽ യൂദാസേ യൂദാസേ എന്ന് വിളിച്ച രീതി തന്നെ അയാൾക്ക് നല്ല പാഠമായിരിക്കേണ്ടതാണ്. വേറെ കൂടുതലായി ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ അത് നല്ല ഒരു പാഠമായേനെ. കർത്താവായ ദൈവം സംസാരിക്കുന്നു, ഭക്തിപൂർവ്വം അത് കേൾക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതായിരുന്നു ആദ്യത്തെ വിളിയിൽ ധ്വനിച്ചത്. രണ്ടാമത്തെ വിളിയിൽ ഒരു പിതാവിനെ പോലെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന ഗുരുവിൻ്റെ സ്വരമാണ് കേട്ടത്. മൂന്നാമത്തേതിൽ സ്നേഹിതൻ്റെ പെരുമാറ്റത്തിൽ ദുഃഖിക്കുന്ന ഒരു സ്നേഹിതൻ്റെ അഭ്യർത്ഥനയാണ് ഒഴുങ്ങുന്നത്. യൂദാസ് ലജ്ജിച്ചു തലതാഴ്ത്തി. എങ്കിലും അയാൾക്ക് കോപം വരുന്നുണ്ട്. മനസ്സിലെ അധമവികാരങ്ങൾ മുഖത്ത് പ്രകടമാക്കുന്നത് കൊണ്ട് ആ മുഖം വിരൂപമായിരിക്കുന്നു. പത്രോസിന് മിണ്ടാതിരിക്കുവാൻ കഴിയുന്നില്ല. ഗുരുവിനോട് മാപ്പ് ചോദിക്കുകയെങ്കിലും ചെയ്യടോ. ഈശോയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വാക്കുകൊണ്ട് മാത്രം ഇത് അവസാനിപ്പിക്കുമായിരുന്നില്ല. നീ പറയുന്നതിന് ഒരു ന്യായീകരണവുമില്ല. അതുമാത്രമല്ല, നിന്നെപ്പോലെ സംസ്കാരമുള്ള ഒരു മനുഷ്യൻ ഗുരുവിനോട് കാട്ടേണ്ട ആദരവ് നീ കാട്ടുന്നില്ല. ദേവാലയത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷണം ഇതാണോ? അതോ നിന്നെ പഠിപ്പിച്ചിട്ടും നിനക്ക് മനസ്സിലാകാത്തതാണോ? അങ്ങനെയാണെങ്കിൽ പത്രോസേ, മതി. പറയേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നാളത്തെ പ്രബോധനം തുടങ്ങുന്നത് ഈ വിഷയം കൊണ്ടായിരിക്കും. യൂദയായിലെ ശിഷ്യന്മാരോട് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും കേൾക്കാനായി എന്നുകൂടി പറയുന്നു. യൂദയായിലെ ആളുകൾ എന്നോട് മോശമായി പെരുമാറിയെന്ന് അമ്മയോട് പറയരുത്. എനിക്കെന്തോ വിഷമതകളുണ്ട് എന്നമ്മയ്ക്ക് മനസ്സിലായി. അമ്മ അങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ അമ്മയെ ആദരിക്കണം. ബഹളത്തിൽ നിന്ന് അകന്ന് ഏകാന്തതയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അമ്മ. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും മാത്രമേ അവൾക്ക് താല്പര്യമുള്ളൂ. ലോകത്തിലെ കൊള്ളരുതായ്മകളും കലഹങ്ങളും അമ്മയുടെ സങ്കേതത്തിൽ എത്താതിരിക്കട്ടെ. അവിടെ വിവേകവും വിശുദ്ധിയുമാണ് അവൾക്ക് കാവൽ നിൽക്കുന്നത്. എല്ലാ സ്നേഹമായിട്ടുള്ള ആ വീട്ടിൽ വിദ്വേഷത്തിൻ്റെ നിഴൽ പോലും വീശരുത്. ദയവായി അമ്മയോട് ആദരവ് കാട്ടൂ. അവൾ രൂഢത്തിനേക്കാൾ ധൈര്യമുള്ളവളാണ്. അത് നിങ്ങൾ യഥാകാലം മനസ്സിലാക്കും. സമയമാകുന്നതിന് മുമ്പ് ഈ ലോകത്തിലെ ചീത്ത മനുഷ്യരുടെ ചിന്തകളും വികാരങ്ങളും അടങ്ങുന്ന കയ്പ് നിറഞ്ഞ പാനപാത്രം അവളുടെ മുമ്പിലേക്ക് നീട്ടരുത്. അത് കുടിക്കാൻ നിർബന്ധിക്കരുത്. ദൈവത്തെപ്പറ്റിയും നിയമങ്ങളെപ്പറ്റിയും ഒരു ബോധവുമില്ലാത്ത മനുഷ്യരുടെ മനോവ്യാപാരങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവരെപ്പറ്റി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്. ദൈവം നിയോഗിച്ച വിജ്ഞാനികൾ എന്ന് സ്വയം അഭിമാനിക്കുന്ന അവർ വിഗ്രഹ ആരാധനക്കാരാണ്. അങ്ങനെ അഹങ്കാരത്തിൻ്റെ കൂടെ വിഗ്രഹാരാധനയും അവർ തലയിലേറ്റി വയ്ക്കുന്നു. നമുക്ക് പോകാം. ഈശോ നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി.